ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് ഇത് സ്പെഷ്യലായിട്ട് രണ്ട് അടിപൊളി ഡെസേർട്ടുകൾ തയ്യാറാക്കിയെടുക്കാം. രണ്ടും തയ്യാറാക്കിയെടുക്കാൻ സിമ്പിളാണ്, ഒരുപാട് പണിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. രണ്ടും തയ്യാറാക്കിയെടുക്കാൻ സിമ്പിളാണ്. ഒന്ന് നല്ല റിച്ച് ടേസ്റ്റിലാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ രണ്ടും എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നമുക്ക് നോക്കാം. കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കാം. അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണണമെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് പഴം വെച്ചിട്ട് ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പുഡിംഗ് റെസിപ്പി കണ്ട് നോക്കാം. ചൈന ഗ്രാസോ ജെലാറ്റിനോ ഒന്നും യൂസ് ചെയ്യാണ്ട് തന്നെ നമുക്ക് ഈ വീട്ടിലുള്ള ചേരുവകളൊക്കെ വെച്ചിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പുഡിംഗ് റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കാം. അത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. ഇനി ഒരു പാന് ഞാൻ സ്റ്റൗവിൽ വെച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂണ് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നെയ്യ് ഒന്ന് നന്നായിട്ടൊന്ന് മെൽറ്റായിട്ട് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും അതുപോലെ മുന്തിരിയൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കണം. നമുക്ക് എത്രയാണോ ഇഷ്ടം അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കട്ടെ അണ്ടിപ്പരിപ്പൊക്കെ. അപ്പോൾ അത് ഞാൻ ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ടാണ് ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് മുന്തിരിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഉണക്ക മുന്തിരിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഇതിലിട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ലോ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്തെടുത്താൽ മതി. പിന്നെ നമുക്കിതിലേക്ക് മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നേന്ത്രപ്പഴമാണ്. നേന്ത്രപ്പഴം വെച്ചിട്ടാണ് ഈ ഒരു പുഡിങ് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ 3 നേന്ത്രപ്പഴമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും നേന്ത്രപ്പഴം വേണ്ടാന്നുള്ളവർക്ക് 2 എടുത്താലും മതി കേട്ടോ. അപ്പോൾ ഞാനിവിടെ 3 എടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല പഴുത്ത പഴം തന്നെയാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഇതിലിട്ടിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കുക. അതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ, മധുരത്തിന് വേണ്ടിയിട്ട്. അതുകൂടെ ചേർത്തിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കുക. ഇനി നമുക്ക് ഇത് നന്നായിട്ട് റോസ്റ്റ് ചെയ്തിട്ട് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. പിന്നെ ഈ വീഡിയോ കാണുന്ന നിങ്ങളിൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം, തണുക്കാനായിട്ട് മാറ്റി വെക്കാം കേട്ടോ. ഇനി വേറൊരു പാത്രം എടുത്തിട്ട് പാല് തിളപ്പിക്കാനായിട്ട് വെക്കണം. അപ്പോൾ ഞാനിവിടെ എടുക്കുന്ന പാല് 1/2 ലിറ്റർ പാലാണ്. അപ്പോൾ അതൊരു സോസ് പാനിലേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചൂടാക്കാനായിട്ട് വെക്കുകയാണ് കേട്ടോ. തിളക്കണം എന്നില്ല, ചൂടായി വരുന്നാൽ മതി. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് അതിലേക്ക് വേണ്ടിയിട്ട് ചൈന ഗ്രാസിനൊക്കെ പകരമായിട്ട് നമ്മളിവിടെ ചേർക്കുന്നത് കസ്റ്റേർഡ് പൗഡറും അതുപോലെ കോൺഫ്ലോറും ആണ്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡർ ചേർക്കുന്നുണ്ട്. അതേപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും ആണ് ചേർക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കസ്റ്റേർഡ് പൗഡർ ഇല്ലാന്നുണ്ടെങ്കിൽ മുഴുവനായിട്ട് കോൺഫ്ലവർ എടുത്താലും മതി. ഒരു 4 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്താലും മതി. അപ്പോൾ കസ്റ്റേർഡ് പൗഡർ ഉണ്ടാകുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റി ആയിരിക്കും. ഇത് വാനില ഫ്ലേവറിലുള്ള കസ്റ്റേർഡ് പൗഡറാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വാനില എസൻസ് ചേർക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ കസ്റ്റേർഡ് പൗഡർ വാനില ഫ്ലേവർ അല്ല എന്നുണ്ടെങ്കിൽ വാനില എസൻസ് കൂടെ ഒരു 1/2 ടീസ്പൂൺ ചേർക്കാം. അപ്പോൾ ഈ പാല് ചൂടാകുന്നതിന് മുന്നേ ആയിട്ട് ആ പാലിൽ നിന്ന് കുറച്ച് ഈ ഒരു കസ്റ്റേർഡ് പൗഡറിലേക്കും അതുപോലെ കോൺഫ്ലവറിലേക്കും ഒന്ന് മിക്സ് ചെയ്തിട്ട് അത് കട്ടയില്ലാതെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഒട്ടും കട്ടയില്ലാതെ. അപ്പോൾ ഇത് നേരിട്ട് നമ്മൾ പാലിലേക്ക് ഇടുന്ന സമയത്ത് അത് കട്ട കുത്തും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് കുറച്ചെടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നത്. എന്നിട്ട് പാലൊന്ന് ചൂടായിട്ട് വരുമ്പോൾ ഈ ഒരു മിക്സ് കുറേശ്ശെ ആയിട്ട് അതിലേക്ക് ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക. കൈ വിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അടിക്ക് പിടിക്കും. അതുപോലെ തന്നെ സിമ്മിൽ വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. എല്ലാം കൂടെ ഒരുമിച്ച് ഒരേ സമയത്ത് ഒഴിക്കരുത്. കുറേശ്ശെ ആയിട്ട് ഒഴിച്ചിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ നമുക്ക് ടേസ്റ്റിന് വേണമെന്നുണ്ടെങ്കിൽ കണ്ടൻസ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. അത് നിർബന്ധമില്ല, അതിന് പകരം പഞ്ചസാര തന്നെ മുഴുവനായിട്ട് എടുത്താലും മതി. ഇപ്പോൾ ഞാൻ 2 ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്ക് കൂടെ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാനൊരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് നല്ലത് മിക്സ് എല്ലാം കൂടെ ഒഴിക്കുമ്പോൾ തന്നെ നല്ല തിക്കായിട്ട് വരും. അത് നന്നായിട്ടൊന്ന് തിളച്ചാൽ നമുക്ക് ഓഫ് ചെയ്യാം. പിന്നെ കൂടുതൽ സമയം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ ചുവട് കട്ടിയുള്ള പാത്രം എടുക്കാനും ശ്രദ്ധിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അടിക്ക് പിടിക്കും. അപ്പോൾ ഈ ഒരു തിക്നെസ്സാണ് നമ്മുടെ ഈ ഒരു ഇതിന് കിട്ടിയിട്ടുള്ളത്. കണ്ടോ, ഈ ഒരു തിക്നെസ്സിൽ ഇത് തണുക്കുന്ന സമയത്ത് നന്നായിട്ട് സെറ്റായി കിട്ടും കേട്ടോ. അപ്പോൾ ഇത് ചൂടോടെ കൂടെ തന്നെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പഴമില്ലേ, അതിൽ നിന്നൊരു 1/4 ഭാഗം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. തീ ഓഫ് ചെയ്തതിന് ശേഷമാണ് ഇത് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നത്. ബാക്കിയുള്ളത് ഡെക്കറേഷന് വേണ്ടിയിട്ട് എടുത്തു വെച്ചതാണ്. അപ്പോൾ ഇത് നന്നായിട്ട് കടിക്കാൻ, ഈ പഴം നന്നായിട്ട് കടിക്കാൻ ഇതിലുണ്ട്. അപ്പോൾ ഇത്രയും വേണ്ടാന്നുണ്ടെങ്കിൽ 2 പഴമൊക്കെ എടുത്താൽ മതി. അപ്പോൾ ഞാനിത് ചൂടോട് കൂടെ തന്നെ ഒരു പുഡിംഗ് ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റ് ചെയ്യാം കേട്ടോ. ഒരു 2-3 മണിക്കൂർ സെറ്റ് ചെയ്യുമ്പോൾ തന്നെ നന്നായിട്ട് തന്നെ സെറ്റായി കിട്ടും. ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ ബാക്കിയുള്ള പഴമൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല എങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിംഗ് തന്നെയാണ്. അപ്പോൾ ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റാക്കി എടുക്കാം. ഞാനിപ്പോൾ ഒരു 5 മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം കേട്ടോ ഇത് പുറത്തേക്ക് എടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് തന്നെ സെറ്റായിട്ട് കിട്ടി. നമ്മൾ ചൈന ഗ്രാസ് ഒക്കെ വെച്ചിട്ട് ഉണ്ടാക്കുന്ന പുഡിങ്ങിൻ്റെ അതേപോലെ തന്നെ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു.
അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാനിത് സെറ്റ് ചെയ്തതിന് ശേഷം കട്ട് ചെയ്യുന്നതും കൂടെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അത് കട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നന്നായിട്ട് സെറ്റായിട്ട് കിട്ടിയത്. ഇപ്പം നമ്മുടെ ഈ ഒരു കോൺഫ്ലവറിൻ്റെ അളവോ അല്ലെങ്കിൽ കസ്റ്റർഡ് പൗഡറിൻ്റെ അളവോ ഒന്ന് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ സെറ്റായി കിട്ടില്ല. അപ്പോൾ ക്രീമി ആയിട്ടുള്ള പുഡിംഗ് ആയിട്ടാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഇത് 4 ടേബിൾ സ്പൂൺ 1/2 ലിറ്റർ പാലിലേക്ക് കറക്റ്റാണ് കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് നന്നായിട്ട് തന്നെ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അതുപോലെ നല്ല ടേസ്റ്റുമാണ്. പഴമൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ എന്തായാലും ഇഷ്ടമാവും ഈ ഒരു പുഡിങ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്കിനി നമ്മുടെ സെക്കൻഡ് ഡെസേർട്ടിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ ഇത് തയ്യാറാക്കിയെടുക്കുന്ന നല്ല റിച്ച് ടേസ്റ്റിലുള്ള ഒരു ഡെസേർട്ടാണ്. ഒരു ഈജിപ്ഷ്യൻ ഡെസേർട്ടാണ് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത്. സെയിം അതുപോലെ തന്നെ ആണെന്ന് ഞാൻ പറയണില്ല. നമ്മളിത് ബ്രെഡൊക്കെ വെച്ചിട്ടാണ്. എന്നാൽ ബ്രെഡിൻ്റെ ടേസ്റ്റ് ഒന്നും ഇല്ലാണ്ട് ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മളിത് ചെയ്യുന്നത്. സെയിം അതിൽ നമ്മൾ ഈജിപ്ഷ്യൻ ഡെസേർട്ടാന്ന് പറഞ്ഞില്ല, ഈജിപ്ത്, അതിൽ നമ്മൾ ഈ ഒരു ബ്രെഡിന് പകരം വേറെ അതിനായിട്ടുള്ളൊരു സംഭവം ഉണ്ട്, അതാണ് യൂസ് ചെയ്യുന്നത്. എന്തായാലും ഇതിൻ്റെ ടേസ്റ്റ് നല്ല റിച്ച് ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ആലി എന്നാണ് കേട്ടോ ഇതിൻ്റെ പേര് വരുന്നത്. പേര് പോലെ തന്നെയാണ് കേട്ടോ, നല്ല വെറൈറ്റി ഐറ്റം കൂടെയാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം നമുക്ക് ഒരു സോസ് പാൻ എടുക്കാം. ആ സോസ് പാനിലേക്ക് 1.5 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ ചെറിയ ക്വാണ്ടിറ്റിയിലായി ഈ ഒരു ഡെസേർട്ട് ഉണ്ടാക്കുന്നുള്ളൂ, അതുകൊണ്ട് തന്നെ 1.5 കപ്പ് തന്നെ ഇതിലേക്ക് ആവശ്യമായിട്ട് വരുന്നുള്ളൂ കേട്ടോ. അങ്ങനെ അത് 1.5 കപ്പ് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് 1/4 കപ്പ് കണ്ടൻസ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു കണ്ടൻസ് മിൽക്ക് ഇതിലേക്ക് ആഡ് ചെയ്യുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം, കയ്യിലില്ലാന്നുണ്ടെങ്കിൽ അതിന് പകരം മുഴുവനായിട്ട് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ അതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കണ്ടൻസ് മിൽക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു 1/2 കപ്പ് അല്ലെങ്കിൽ 1/2 കപ്പിൽ കുറച്ച് കൂടുതലൊക്കെ ആയിട്ട് പഞ്ചസാര ചേർത്താൽ മതി. പക്ഷേ കണ്ടൻസ് മിൽക്ക് ഉണ്ടെങ്കിലാണ് ഒന്നുകൂടെ ടേസ്റ്റ് ഉണ്ടാവുക. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷമാണ് ഞാനിത് ഇങ്ങനെ ചൂടാക്കി എടുക്കാനായിട്ട് പോകുന്നത്. മിക്സ് ചെയ്യാതെ നമ്മൾ നേരിട്ട് കൊണ്ടുപോയിട്ട് സ്റ്റൗവിലൊക്കെ വെച്ചാൽ ചിലപ്പോൾ അടിക്ക് പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ മിക്സിങ് മസ്റ്റാണ് കേട്ടോ. പിന്നെ ഇത് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ മിക്സ് ചെയ്തെടുക്കണം. കണ്ടൻസ് മിൽക്കൊക്കെ ചേർത്തുകൊണ്ട് തന്നെ അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. ഇത് നമുക്കൊരു 2-3 മിനിറ്റ് നേരം നന്നായിട്ട് തന്നെ തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് കുറുക്കിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. 2-3 മിനിറ്റ് നന്നായിട്ട് തിളപ്പിച്ചെടുത്താൽ മതി കേട്ടോ. ഈ പാല് മിൽക്ക് എടുക്കുന്ന സമയത്ത് ഫുൾ ഫാറ്റ് മിൽക്ക് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്നാലും ഒന്നുകൂടെ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ. സൈഡിലൊക്കെ ഇങ്ങനെ ഈ പാലിൻ്റെ ഇതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വടിച്ചിട്ട് ഈ ഒരു മിൽക്കിലേക്ക് തന്നെ ആക്കി കൊടുക്കുക കേട്ടോ. അപ്പം അതൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു ടേസ്റ്റ്, പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് ഞാൻ 2-3 മിനിറ്റ് നേരം തിളപ്പിച്ചെടുത്ത ശേഷം ഒന്ന് ഓഫാക്കി എടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇത് ജസ്റ്റ് ഒന്ന് ചൂടാറിക്കോട്ടെ. നല്ല ചൂട് വേണമെന്നില്ല, ജസ്റ്റ് ഒന്ന് ചൂടാറിക്കോട്ടെ. ആ ഒരു സമയം നമുക്ക് പുഡിംഗ് ഒന്ന് സെറ്റാക്കി എടുക്കണം, ഈ ഒരു ഡെസേർട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആ ചെറിയൊരു ബൗളാണ് എടുത്തിട്ട്, അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടുള്ള എത്ര ബ്രെഡ് സ്ലൈസസ് ആണ് വേണ്ടത് അതെടുക്കാം. ബ്രെഡാണ് നമ്മൾ ഇതിലെ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ആദ്യം ഒരു 6 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബ്രൗൺ പാർട്സൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. പിന്നെ ആവശ്യമുണ്ടെങ്കിൽ പിന്നെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ആ ഒരു ബൗളിലേക്ക് എത്രയാണോ നമുക്ക് ആവശ്യം അത് വെച്ച് നോക്കുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് ആദ്യം ഞാൻ 6 എടുത്തിട്ടുള്ളത്. അങ്ങനെ അതിങ്ങനെ ചെറിയ ക്യൂബ്സ് ആക്കിയിട്ട് ഒരു 6 പീസാക്കിയിട്ട് എടുക്കുക. ഒരു ബ്രെഡ് സ്ലൈസ് 6 പീസാക്കിയിട്ടാണ് ഞാൻ എടുക്കുന്നത്. എന്നിട്ട് ഇതുപോലത്തെ ഈ ചെറിയൊരു ഗ്ലാസ് ബൗൾ അതിലേക്ക് ഇത് സെറ്റ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പാത്രത്തിലാണ് ഇത് സെറ്റ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ഈ ഒരു ഗ്ലാസ് ബൗൾ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ എല്ലാ ഗ്ലാസ് ബൗളും ഇങ്ങനെ പറ്റില്ല കേട്ടോ. നല്ല കട്ടിയുള്ള നല്ല ക്വാളിറ്റിയുള്ള ഗ്ലാസ് ബൗളാണിത്. അപ്പോൾ അങ്ങനത്തേലാണെങ്കിൽ ഗ്ലാസ് ബൗൾ എടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും നമ്മൾ സാധാരണ കേക്കൊക്കെ ബേക്ക് ചെയ്യുന്നതിൽ വെച്ച് കൊടുത്താലും മതി. അപ്പോൾ ഇതിങ്ങനെ നിരത്തി വെക്കുക. കറക്റ്റ് ഒരേ ലെവലിലേക്ക് വെക്കണമെന്നൊന്നും ഇല്ല കേട്ടോ. ഇങ്ങനെ നിരത്തി വെക്കുക, ഗ്യാപ്പില്ലാതെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഒന്നിൻ്റെ കൂടെ ആവശ്യമായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ ഒന്നുകൂടെ ഒന്ന് കട്ട് ചെയ്തിട്ട് വെക്കുന്നുണ്ട് കേട്ടോ ഇതിൽ. അങ്ങനെ ടോട്ടലി 7 സ്ലൈസ് ബ്രെഡാണ് ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിങ്ങനെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഇഷ്ടമുള്ള നട്ട്സൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ ബദാമും കാഷ്യൂസും അതുപോലെ പിസ്താഷ്യം ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ നമുക്ക് ഇതിനൊന്നും പ്രത്യേകിച്ച് അളവില്ല. നമുക്ക് എത്രയാണോ കഴിക്കാൻ ഇഷ്ടം അത്രയും ചേർത്ത് കൊടുക്കുക. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള ആ ഒരു മിൽക്ക് ഉണ്ടല്ലോ, അത് കംപ്ലീറ്റ് ആയിട്ട് അങ്ങനെ ഒഴിച്ചു കൊടുക്കാം. മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് സോക്കാക്കി കിട്ടണം. ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് നേരം നമുക്ക് സോക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. അപ്പോഴേക്ക് ഈ ബ്രെഡെല്ലാം ഈ പാലൊക്കെ
വലിച്ചെടുക്കും കേട്ടോ. അങ്ങനെ 10 മിനിറ്റിന് ശേഷമാണ് പിന്നെ നമ്മൾ എടുക്കുക. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മുന്തിരി ഉണ്ടല്ലോ, മുന്തിരി ഇട്ട് കൊടുക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതിന് മെയിനായിട്ട് വേറൊരു ഇൻഗ്രീഡിയൻറ്റ് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുണ്ട്. തേങ്ങ ചിരവിയതാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. അപ്പോൾ അത് 2-3 ടേബിൾ സ്പൂണൊക്കെ നമുക്ക് തേങ്ങ ചിരകിയത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ ചേർക്കണം കേട്ടോ. ഈ തേങ്ങ ചിരകിയത് നമ്മളിത് കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റാണ് ഇതുണ്ടാകുമ്പോൾ. അപ്പോൾ അത് സ്കിപ്പ് ചെയ്യാതെ തന്നെ ചേർക്കാനായിട്ട് ശ്രദ്ധിക്കുക. നട്ട്സൊക്കെ പിന്നെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ അത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് ക്രീം വേണം അതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല തിക്കായിട്ടുള്ള ക്രീം എടുക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ കേട്ടോ. ഇതിപ്പോൾ 200 ml ഒരു ബോട്ടിലാണ്. അത് മുഴുവനായിട്ട് ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുണ്ട്. ഇത് മിൽക്കി മിസ്റ്റിൻ്റെ ആണ് കേട്ടോ. അപ്പം ഫ്രഷ് ക്രീം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് അതാണ്. ഇത് അത്ര തിക്നെസ് ഇല്ല. പിന്നെ അതിലേക്ക് 1/4 കപ്പ് കണ്ടൻസ് മിൽക്കും അതുപോലെ തന്നെ 1/4 കപ്പ് പൊടിച്ചിട്ടുള്ള പഞ്ചസാര കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിൽ കൂടുതലൊന്നും ചേർക്കേണ്ട, ഇതെന്നെ നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത മധുരം ഉണ്ട് കേട്ടോ. പിന്നെ അതിലേക്കൊരു 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഈ വാനില എസൻസിന് പകരം നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ അതില്ലാന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. ഏത് ടേസ്റ്റാണോ നിങ്ങൾക്ക് ഇഷ്ടം അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്കിത് നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ പുഡിംഗ് ട്രേയിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ നന്നായിട്ട് ബ്രെഡൊക്കെ ആ ഒരു പാലൊക്കെ ഒന്ന് സോക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഇത് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് കവറാക്കി എടുത്തിട്ടുണ്ട്. എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ അടിയിലുള്ളതൊക്കെ പൊങ്ങി നിൽക്കുന്നതൊക്കെ ഒന്ന് ഇങ്ങനെ താഴ്ത്തി കൊടുക്കുക. ഇനി നമുക്കിത് ബേക്ക് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു പാന് പ്രീ ഹീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് 10 മിനിറ്റ് പ്രീ ഹീറ്റ് ആക്കി എടുത്തിട്ടുള്ള ഈ ഒരു പാനിലേക്ക് ഇത് ഇറക്കി വെച്ചിട്ടാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഓവനിലാണെങ്കിൽ ഓവനിൽ ബേക്ക് ചെയ്തെടുക്കുക. അപ്പോൾ എങ്ങനെയാണ് നിങ്ങളിത് സാധാരണ ബേക്ക് ചെയ്യുന്ന രീതിയിൽ ചെയ്തെടുത്താൽ മതി. കേക്കൊക്കെ ബേക്ക് ചെയ്യുന്ന പോലെ തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് അതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്കൊരു 25 മിനിറ്റ് വരെ ഇതൊന്ന് ബേക്കാക്കി എടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ബേക്കാക്കി എടുത്താൽ മതി. 25 മിനിറ്റ് വരെ ഇത് ബേക്കാക്കി എടുക്കുക. അതിനുശേഷം നമുക്ക് ഓപ്പൺ ചെയ്യാം. പിന്നെ ചില ഫ്ലെയിമിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേഞ്ച് വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതാ ഒരു 25 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോൾ ഇത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സൈഡൊക്കെ ഇങ്ങനെ ഒരു ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. സെൻറ്റർ ഭാഗം അങ്ങനെ തന്നെയായിരിക്കും കേട്ടോ. സൈഡൊക്കെ ഇങ്ങനെ ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. ആ ഒരു സമയമാകുമ്പോൾ ഇത് കറക്റ്റായിട്ട് ബേക്കായിന് എന്നാണ് അർത്ഥം. എന്നിട്ട് ഇതിപ്പോൾ നല്ല അതുപോലെ തന്നെ ഇതിൻ്റെ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ട് പൊങ്ങി വരികയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ തന്നെ ഉറപ്പിക്കാം ഇത് നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ടെന്ന്. പിന്നെ അതിൻ്റെ സെൻറ്ററിലൊക്കെ ഇപ്പോൾ നമ്മൾ തൊട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു ഒട്ടലുണ്ടാവും. പക്ഷേ ഇത് തണുത്തതിന് ശേഷം യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് സെറ്റായിട്ട് വരും. അപ്പോൾ അത് കണ്ടോ തണുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ പുറത്തേക്ക് എടുത്ത് തണുപ്പിച്ചതിന് ശേഷം പുറത്തേക്ക് എടുത്തതാണ്. ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ടൊന്ന് സെറ്റാക്കി എടുത്തത്. എന്നിട്ട് അതിൻ്റെ മുകളിലൊക്കെ നമുക്ക് കുറച്ച് നട്ട്സും ഒക്കെ ഇട്ടിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ട് എടുക്കാം. ഇതൊക്കെ നമുക്ക് ഇഷ്ടമുള്ളത്ര ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇത് ഒട്ടലൊന്നുമില്ല, കറക്റ്റായിട്ട് സെറ്റായിട്ട് വന്ന് നമുക്ക് പുഡിങ്ങൊക്കെ കട്ട് ചെയ്യുന്ന രീതിയിൽ തന്നെ നമുക്കിത് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇനി ഞാനിത് ഇതിൻ്റെ മുകളിൽ കുറച്ച് നട്ട്സും അതുപോലെ റൈസിൻസും ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിത് കട്ട് ചെയ്തിട്ട് കൂടെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം കേട്ടോ എങ്ങനെയുണ്ട് എന്ന് സംഭവമാണ്. ഇത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് 2 മണിക്കൂറൊക്കെ വെച്ച് തണുപ്പിച്ചെടുത്തിട്ടാണ് കേട്ടോ ഇപ്പോൾ എടുക്കുന്നത്. ഞാൻ കട്ട് ചെയ്തിട്ട് കാണിക്കാം. ശരിക്കും നമ്മളൊരു പുഡിങ് കട്ട് ചെയ്യുന്ന അതേ രീതിയിൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് പാർട്ടികളിലൊക്കെ സ്പെഷ്യൽ ആക്കണമെന്നുണ്ടെങ്കിൽ ഈ രീതിയിലൊക്കെ സെർവ് ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു വെറൈറ്റി ആയിട്ടുള്ള പേരാണ് ഉമാലി. അതേപോലെ തന്നെ ടേസ്റ്റും നല്ല ടേസ്റ്റാണ്. ഇതിനുള്ളിൽ ബ്രെഡാണ് ഇരിക്കുന്നതെന്ന് കഴിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അത്രയും ടേസ്റ്റാണ്. ബ്രെഡാണ് നമുക്ക് ഒരിക്കലും തോന്നുന്ന പോലും ഇല്ല കേട്ടോ. ബ്രെഡിൻ്റെ ആ ഒരു ടേസ്റ്റേ വരുന്നില്ല. പേഴ്സണലി എനിക്കിത് നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തായാലും ഫീഡ്ബാക്ക് അറിയിക്കുക. ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ട് നോക്കാമല്ലോ. അപ്പോൾ നിങ്ങൾ ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ 2 ഡെസേർട്ട് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നാളെ എല്ലാവർക്കും ഇവിടെ നാട്ടിലൊക്കെ എല്ലാവർക്കും നാളെ ആയിരിക്കും ഈദ്. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഈദ് മുബാറക്ക്. അപ്പോൾ വീഡിയോ ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. താങ്ക്